ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ 6 വയസ്സുള്ളൊരു കുട്ടിക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ലൈനിങ് പാർട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ ഹിപ്പ് അനുസരിച്ച് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെറ്റ് ആണ് എടുത്തിരിക്കുന്നത്, മെയിൻ പീസ്. അത് ഞാൻ 4ആയിട്ട് മടക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി ലോങ് ആയിട്ട് ഞാൻ വിഡ്ത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ നെറ്റിൻ്റെ മുകളിൽ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഇലാസ്റ്റിക് കൊടുക്കത്തില്ലേ, ഇലാസ്റ്റിക് കൊടുക്കുന്ന ഭാഗത്ത് ഞാൻ വലിയ കാണിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതുപോലെ ഒരു നൂല് വലിച്ചിട്ട് ഇങ്ങനെ ഫ്ലീറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെയാണല്ലോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ 2 നൂലിൽ ഒരു നൂല് മാത്രം എടുത്തതിന് ശേഷം പതുക്കി ഇങ്ങനെ ഇതുപോലെ ഒരു നൂല് മാത്രം എടുക്കുക. മറ്റേ നൂല് ഇങ്ങനെ അകത്തോട്ട് കയറാതെ നോക്കുകയും ചെയ്യണം. അപ്പം ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ പൊട്ടാതെ തന്നെ നൂല് പൊട്ടാതെ തന്നെ എടുക്കേണ്ടതാണ്. കാണി വലിയ കാണിയിൽ തന്നെ ആയിരിക്കണം ഇടുന്നത്, അല്ലെങ്കിൽ നൂല് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. എന്നാലേ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരുത്തുള്ളൂ. അതുപോലെ തന്നെ ഒറ്റ നൂലേ ഇങ്ങനെ വലിച്ചെടുക്കാവൂ. ഞാനിതുപോലെ ഇങ്ങനെ ഫ്ലീറ്റ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് വരുന്നത്, അതായത് ജോയിൻ്റ് വരുന്ന സ്ഥാനത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേണ്ടത്. അതുപോലെ തന്നെ നല്ല പാർട്ടിൻ്റെ ജോയിൻറ്റിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ല ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. അതായത് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം പുറത്ത് വരുന്ന രീതിയിലും മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം പുറത്ത് വരുന്ന രീതിയിലുമാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇലാസ്റ്റിക് ഇടുന്നതിന് ഒന്നുകൂടി ഇങ്ങനെ മടക്കണം. അതിന് നമ്മൾ ഇലാസ്റ്റിക് വെച്ചതിന് ശേഷമാണ് മടക്കി കൊടുക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അതായത് ഇളിവണ്ണത്തിന്റെ പകുതി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ചും കൂടി ഇട്ട് ആണ് ഞാൻ എലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഈ ജോയിന്റിന്റെ ഭാഗത്താണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തിരിച്ച് ഇത്രയും വണ്ണമാണ് വരുന്നത്.
ഇങ്ങനെയാണ് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താണ് പോകുന്നത്. ആ ജോയിന്റിന്റെ അവിടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കവർ ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താണ് പോകുന്നത്. ഇതുപോലെ ഇലാസ്റ്റിക്കിന് കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതോറും ഇങ്ങനെ വലിച്ച് കൊടുത്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ സൂക്ഷിക്കേണ്ടത് ഇലാസ്റ്റിക്കില് സ്റ്റിച്ച് വീഴാതെ നോക്കണം. അടിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നെറ്റ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അടിയിലോട്ട് പിടിച്ചിട്ട് കൊടുക്കണം, ചുളിവ് വീഴാതെ. അപ്പം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വലിച്ചു പിടിച്ചു കൊടുക്കണം. എന്നാലേ ആ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം സ്കേർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വൈറ്റ് നെറ്റിനകത്ത് ഒരു റോസ് കളറിലുള്ള ലൈനിങ് ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.